നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യജി എഴുതിയ സംയമി റഹിം ബെഹുദ്ദിൻ ജിയേം എന്ന ഹിന്ദി പുസ്തകത്തെക്കുറിച്ചാണ്. ഇതിനെ നമുക്ക് മലയാളത്തിലേക്ക് സംയമനം പാലിക്കൂ, ദീർഘകാലം ജീവിക്കൂ എന്ന് മൊഴിമാറ്റാം. ജീവിതത്തിൽ അച്ചടക്കവും ആത്മനിയന്ത്രണവും പാലിക്കുന്നതിലൂടെ എങ്ങനെ നല്ല ആരോഗ്യവും ദീർഘായുസ്സും നേടാം എന്നതിനെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവുകളിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. അപ്പോ ഈ ഒരു അച്ചടക്കമുള്ള ജീവിതത്തിലേക്കുള്ള നമ്മുടെ യാത്ര എങ്ങനെയൊക്കെയാണ് മുന്നോട്ടു പോകുന്നതെന്ന് നോക്കിയാലോ. നമ്മൾ ആദ്യം പ്രകൃതിയുടെ നിയമങ്ങളെപ്പറ്റി മനസ്സിലാക്കും, പിന്നെ നമ്മുടെ ഇന്ദ്രിയങ്ങളെയും ജീവശക്തിയെയും എങ്ങനെ നിയന്ത്രിക്കാമെന്ന് പഠിക്കും. അതിനുശേഷം ഒരു ദിനചര്യയുടെ പ്രാധാന്യം, അങ്ങനെ പടിപടിയായി അച്ചടക്കമുള്ളൊരു ജീവിതത്തിലേക്കുള്ള വഴി നമുക്ക് ഒരുമിച്ച് കണ്ടെത്താം. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാന സത്യമുണ്ട്. ഈ പ്രപഞ്ചം മുഴുവൻ, അതായത് സൂര്യനും ചന്ദ്രനും ഭൂമിയുമെല്ലാം ലംഘിക്കാൻ പറ്റാത്ത ഒരു അച്ചടക്കത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇതിനെ മര്യാദ എന്ന് പറയാം. ഓരോന്നിനും അതിന്റേതായ നിയമങ്ങളും പരിധികളുമുണ്ട്. ആരും അത് തെറ്റിക്കുന്നേയില്ല. ഒന്ന് ആലോചിച്ചു നോക്കൂ. സൂര്യൻ എന്നും ഒരേ സമയത്ത് ഉദിക്കുന്നു, ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നതിന് ഒരു മാറ്റവുമില്ല. അതായത് പ്രകൃതിയിലെ ഒന്നിനും ഒരു പിഴവുമില്ല. എല്ലാം ഒരു കൃത്യമായ താളത്തിലാണ് മുന്നോട്ടു പോകുന്നത്. ഈ നിയമങ്ങൾ ലംഘിക്കപ്പെട്ടാൽ എന്തായിരിക്കും അവസ്ഥ? ഇവിടെയാണ് നമ്മൾ ഒരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കേണ്ടത്. നമ്മൾ മനുഷ്യരും ഈ പ്രകൃതി നിയമങ്ങളുടെ ഭാഗമാണ്. നമ്മൾ അതിൽ നിന്ന് വേറിട്ടല്ല. എപ്പോഴാണോ നമ്മൾ ഈ നിയമങ്ങൾ ലംഘിക്കുന്നത്, അപ്പോ പ്രകൃതി നമ്മളെ ശിക്ഷിക്കും. ആ ശിക്ഷ എന്നു പറയുന്നത് രോഗങ്ങളുടെയും ദുരിതങ്ങളുടെയും രൂപത്തിലായിരിക്കും നമ്മളിലേക്ക് എത്തുക. അപ്പോ ഈ പ്രകൃതി നിയമങ്ങളൊക്കെ നമുക്ക്, അതായത് മനുഷ്യർക്ക്, എങ്ങനെയാണ് ബാധകമാവുന്നത്? നമ്മുടെ ഇന്ദ്രിയങ്ങൾ വഴിയാണ് നമ്മൾ ഈ ലോകവുമായി ബന്ധപ്പെടുന്നത്, അല്ലേ? പക്ഷേ അവയിൽ ചിലതിനെ നമ്മൾ നിയന്ത്രിച്ചില്ലെങ്കിൽ അത് നമ്മളെ വഴിതെറ്റിക്കുകയും നമ്മുടെ ജീവിതത്തിന്റെ താളം തന്നെ തെറ്റിക്കുകയും ചെയ്യും. നമുക്കറിയാം, നമുക്ക് പ്രധാനമായി 5 ജ്ഞാനേന്ദ്രിയങ്ങളുണ്ട്. കാണാനുള്ള കണ്ണ്, കേൾക്കാനുള്ള ചെവി, മണക്കാനുള്ള മൂക്ക്, രുചി അറിയാനുള്ള നാവ്, പിന്നെ കാമവാസനയുമായി ബന്ധപ്പെട്ട ഇന്ദ്രിയം. ഇവയെല്ലാം പ്രധാനമാണെങ്കിലും 2 നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ ഒരു പ്രത്യേക കഴിവുണ്ട്. പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഇന്ദ്രിയങ്ങളിലെല്ലാം നിയന്ത്രണം വേണമെങ്കിലും 2 ഭയങ്കര ശക്തരാണ്. 1 നമ്മുടെ നാവ്, അതായത് രുചി. 2 ലൈംഗികാസക്തി. ഇവ രണ്ടിനും നമ്മുടെ മനസ്സിനെ അടിമപ്പെടുത്താനും നമ്മുടെ ഊർജ്ജം മുഴുവൻ ഇല്ലാതാക്കാനും കഴിയും. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മുടെ നാവിന് നമ്മൾ പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്താൽ എന്താ സംഭവിക്കുക? അതൊരു കടിഞ്ഞാണില്ലാത്ത കുതിരയെപ്പോലെ പാഞ്ഞു പോകും. ഒരുപാട് കഴിക്കുന്നതുകൊണ്ട് ആരോഗ്യം നശിക്കും. എപ്പോഴും രുചിയെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നതുകൊണ്ട് മറ്റു കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റാതെ വരും. അപ്പൊ ഇതിനൊരു പരിഹാരമായിട്ട് ഈ പുസ്തകം മുന്നോട്ട് വെക്കുന്നൊരു കിടിലൻ ടെക്നിക്കാണ് ആസ്വാദ് രീതി. ആസ്വാദ് എന്ന് പറഞ്ഞാൽ രുചിയില്ലാത്തത് എന്നൊക്കെയാണ് അർത്ഥം. അതായത് ഓരോ ഭക്ഷണസാധനവും വെവ്വേറെ കഴിക്കുക. റൊട്ടി തനിച്ച്, കറികൾ വേറെ, അച്ചാർ വേറെ. ഇങ്ങനെ ചെയ്യുമ്പോൾ പല രുചികളും കൂട്ടിക്കലർത്തി കഴിക്കാനുള്ള നമ്മുടെ ആസക്തി കുറയും. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരുപക്ഷെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ്. ദീർഘവും ആരോഗ്യകരമായ ജീവിതത്തിന്റെ അടിസ്ഥാനം. അതെ, നമ്മുടെ ജീവശക്തിയുടെ സംരക്ഷണത്തെക്കുറിച്ച്, അതായത് ബ്രഹ്മചര്യത്തെക്കുറിച്ച്. അതാണ് വീര്യം. എന്താണ് ഈ വീര്യം എന്ന് പറഞ്ഞാല്? ഇത് വെറും ഒരു ശാരീരിക ദ്രാവകം മാത്രമല്ല, നമ്മുടെ ജീവശക്തിയുടെ സത്തയാണ്. നമ്മുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും ഓജസ്സിന്റെയും അടിസ്ഥാനം തന്നെ ഇതാണ്. അതിന്റെ പ്രാധാന്യം എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാൻ ഈ ഒരു കണക്ക് നോക്കിയാൽ മതി. നമ്മുടെ രക്തത്തേക്കാൾ 100 ഇരട്ടി വിലപ്പെട്ടതാണ് വീര്യം എന്ന് പറയപ്പെടുന്നു. അപ്പോൾ അത് നഷ്ടപ്പെടുന്നത് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും എത്രത്തോളം ക്ഷീണിപ്പിക്കുമെന്ന് ഊഹിക്കാമല്ലോ. അതുകൊണ്ട് തന്നെ ഇതിന്റെ സംരക്ഷണം വളരെ പ്രധാനമാണ്. അപ്പോ സ്വാഭാവികമായും ഒരു സംശയം വരും, അല്ലേ? ഈ ഊർജം സംരക്ഷിക്കാൻ ശരീരം മാത്രം നിയന്ത്രിച്ചാൽ മതിയോ? ബ്രഹ്മചര്യം എന്ന് പറയുന്നത് ശാരീരികമായ ഒരു കാര്യം മാത്രമാണോ? ഒരിക്കലുമല്ല. നമ്മുടെ ശാരീരിക പ്രവൃത്തികൾ പോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ അപകടകരമാണ് നമ്മുടെ മാനസികമായ അച്ചടക്കമില്ലായ്മ. അശ്ലീലമായ കാര്യങ്ങൾ കാണുന്നതും കേൾക്കുന്നതും ചിന്തിക്കുന്നതും സംസാരിക്കുന്നതുമെല്ലാം നമ്മുടെ ഈ അമൂല്യമായ ഊർജത്തെ ചോർത്തിക്കളയും. അത് ഉള്ളിലൊരുതരം അസ്വസ്ഥതയുണ്ടാക്കും. ശരി, ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. പക്ഷെ ഇതൊക്കെ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കും? അതിനുള്ള ഉത്തരമാണ് ഒരു ചിട്ടയായ ദിനചര്യ. അച്ചടക്കമുള്ള ഒരു ജീവിതത്തിന് ചിട്ടയായ ഒരു ദിനചര്യ കൂടിയേ തീരൂ. നമ്മുടെ ശരീരമെന്ന് പറയുന്നത് ശരിക്കും ഒരു ഉപകരണം പോലെയാണ്. ഒരു ഉദാഹരണം നോക്കാം. നമ്മൾ ദിവസവും താക്കോല് കൊടുത്ത് സൂക്ഷിക്കുന്നൊരു വാച്ച് ഒരുപാട് കാലം നിലനിൽക്കും.
പക്ഷെ ഒരു ശ്രദ്ധയുമില്ലാതെ വലിച്ചെറിഞ്ഞാൽ അത് പെട്ടെന്ന് കേടാവും. അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരവും. ചിട്ടയായ പരിചരണം കൊടുത്താൽ അത് നമ്മളെ നന്നായി സേവിക്കും. പ്രകൃതിയോട് ചേർന്നുള്ള ലളിതവും പക്ഷെ വളരെ ശക്തവുമായൊരു ദിനചര്യയാണിത്. ഇതിലേറ്റവും പ്രധാനം ബ്രഹ്മമുഹൂർത്തത്തിൽ, അതായത് സൂര്യോദയത്തിന് ഏകദേശം 1.5 മണിക്കൂർ മുൻപ് എഴുന്നേൽക്കുന്നതാണ്. ആ സമയത്തെ അമൃത് എന്നാണ് പറയുന്നത്. പഠിക്കാനും ധ്യാനിക്കാനുമൊക്കെ ഏറ്റവും നല്ല സമയമാണത്. പിന്നെ കൃത്യസമയത്ത് ഭക്ഷണം, നേരത്തെയുള്ള ഉറക്കം. ഈ പുസ്തകത്തിൽ ഊന്നി പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട നിയമമുണ്ട്: കൃത്യസമയത്ത് മാത്രം ഭക്ഷണം കഴിക്കുക. നമ്മൾ ദിവസം മുഴുവൻ എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ദഹനവ്യവസ്ഥ ആകെ താറുമാറാകും. ഒരു പാത്രത്തിൽ ഒരു കറി വെന്ത് തീരും മുൻപ് അതിലേക്ക് വേറെ വേറെ സാധനങ്ങൾ ഇട്ടോണ്ടിരുന്നാൽ ഉണ്ടാകും അവസ്ഥ. അതുപോലെയാകും നമ്മുടെ വയറും. അപ്പൊ നമ്മൾ ഇതുവരെ സംസാരിച്ച കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ, ഒരു അച്ചടക്കമുള്ള ജീവിതത്തിന്റെ പ്രധാന തൂണുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവയാണ് ആ 4 അടിസ്ഥാന കാര്യങ്ങൾ. ഒന്നാമതായി, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക, പ്രത്യേകിച്ച് നാവിനെയും കാമത്തെയും. രണ്ടാമതായി, ജീവശക്തിയായ വീര്യം സംരക്ഷിക്കുക. മൂന്നാമതായി, ചിട്ടയായ ഒരു ദിനചര്യ പാലിക്കുക. നാലാമതായി, സമയം പാഴാക്കാതെ ഉപയോഗിക്കുക. ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരും. അവസാനമായി, ഈ പുരാതന ജ്ഞാനത്തിൽ നിന്നും നമ്മൾ ഉൾക്കൊള്ളേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠം എന്താണ്? എന്താണിതിന്റെ എല്ലാം കാതൽ? അതായത്, നമ്മൾ അവസാനം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: അച്ചടക്കം എന്ന് പറയുന്നത് നമ്മളെ സ്വയം ബന്ധിക്കുന്ന ഒരു ചങ്ങലയല്ല, മറിച്ച് അത് പ്രപഞ്ചത്തിന്റെ താളത്തിനൊത്ത് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കലാണ്. അതാണ് യഥാർത്ഥ ശക്തിയുടെയും സമാധാനത്തിന്റെയും ദീർഘായുസ്സിന്റെയും ഉറവിടം. ഈ അറിവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു. നന്ദി.